ബ്രിട്ടനിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ചയാണ് കാണേണ്ടത്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. പൊളിറ്റിക്കൽ പാർട്ടി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ joined by persons sharing common interest and seeking to gain control over governmental apparatus with a great view of furthering it. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷനാണ്, ഒരു സന്നദ്ധ സംഘടനയാണ് എന്ന് പറയുക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ജോയിൻഡ് ബൈ പേഴ്സൺസ്, ദേ ഹാവ് എ കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് സീക്കിംഗ് ടു കൺട്രോൾ ഗവൺമെൻറ്റൽ അപ്പാരറ്റസ് ഓർ ഗവൺമെൻറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഗവൺമെൻറ്റിൻ്റെ ഉപകരണങ്ങളുടെ മുകളിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമൺ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ, ഒരു വിഭാഗം ആളുകളുടെ ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ് രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്നത്. സോ പൊളിറ്റിക്കൽ പാർട്ടീസ് പ്ലേ എ വെരി സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ നിർണായകമായ ഒരു പങ്ക്, ഒരു സ്ഥാനമാണ് ഇന്നുള്ളത്. A democracy without a political party can be compared to a fish out of water. അതായത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതിരിക്കുന്നൊരവസ്ഥ നമുക്ക് എന്തിനോടാണ്? ഒരു ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, അതായത് ജലത്തിൽ, അതായത് ഒരു ജലമില്ലാതെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഒരു മത്സ്യത്തിന് ഒരിക്കലും ജീവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതേ അവസ്ഥയാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ആരുടെ സ്ഥാനം? രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനം എന്ന് പറയുന്നത്. സോ ദസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ദ ലൈഫ് ലൈൻ ഓഫ് ഡെമോക്രസി. അതായത് ജനാധിപത്യ വ്യവസ്ഥയുടെ ജീവനാഡിയായിട്ട് നമുക്ക് എന്തിനെ കാണാൻ കഴിയുക? രാഷ്ട്രീയ പാർട്ടികളെ കാണാൻ കഴിയും. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് ആധുനിക ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? പൊളിറ്റിക്കൽ പാർട്ടീസ്. ദാറ്റ് മീൻസ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ആക്ടിങ് ആസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ. ജനങ്ങളെയും ഗവൺമെൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ്, ഒരു ചാനലാണ് എന്ന് പറയാം പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനവും അവയുടെ പങ്കും എന്ന് പറയുന്നത്. ഇംഗ്ലണ്ട് ഈസ് റിഗാർഡഡ് ആസ് ദ ഹോംലാൻഡ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഹോംലാൻഡ് അല്ലെങ്കിൽ ജന്മഗൃഹമെന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം, ഇംഗ്ലണ്ടിനെ വിശേഷിപ്പിക്കാം. Conservative and Labour Party are the two prominent political parties in the biparty system of Britain. ഇപ്പോൾ നമുക്കറിയാം ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ബൈപാർട്ടി സിസ്റ്റമാണ്. ബൈപാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ വിച്ച് ടു ഡോമിനൻ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഷെയറിംഗ് പവർ. രണ്ട് ഡോമിനൻ്റ് ആയിട്ടുള്ള മേധാവിത്വമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അധികാരം പങ്കുവെക്കുന്ന സംവിധാനമാണ് ബൈപാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്ന സമ്പ്രദായം ബൈപാർട്ടി സിസ്റ്റമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടി. ബട്ട് ദെയർ ആർ എ നമ്പർ ഓഫ് സ്മാൾ പാർട്ടീസ് ലൈക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലിബറൽ പാർട്ടി, ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി എക്സെട്ര. പക്ഷേ ബ്രിട്ടനിലെ ബൈപാർട്ടി സിസ്റ്റമാണ് എങ്കിൽ പോലും അവിടെ എന്തുണ്ട്? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അല്ലെങ്കിൽ ലേബർ പാർട്ടി ലിബറൽ പാർട്ടി എന്ന പേരിൽ, ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി എന്നുള്ള പേരിലും പല രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ബ്രിട്ടനിലെ പാർട്ടി സിസ്റ്റം എന്താണ്? ടു പാർട്ടി സിസ്റ്റമാണ്. ബിക്കോസ് ദീസ് ടു പാർട്ടീസ് ദേ ആർ ആൾട്ടർനേറ്റീവ്ലി കെയിം ടു പവർ. മാറി മാറി എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരുന്നു. ഹോംലാൻഡ് എന്ത് സ്ഥലം? ഇത് ഹോംലാൻഡ് എന്നാണ് പറയുന്നത്. So the party system of Britain is highly centralized in its organization. അപ്പോൾ ബ്രിട്ടനിലെ പാർട്ടി സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ സംഘടനാ ശക്തി കൊണ്ട് വളരെയധികം കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണ്. The major parties are flexible to adapt to major trends. മേജർ പാർട്ടീസ് എല്ലാം എന്താണ്? പുതിയ പുതിയ ട്രെൻഡുകൾ അഡാപ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഫ്ലെക്സിബിലിറ്റി അവയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? നിലനിർത്താനായിട്ട് കഴിയപ്പെടുന്നു. Then class dominated party system is one of the major characteristics of British party system. ബ്രിട്ടീഷ് പാർട്ടി സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയപ്പെടുന്നത് ക്ലാസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള വർഗ മേധാവിത്വമുള്ള ഒരു പാർട്ടി സംവിധാനമാണ് ഇവിടെ നിൽക്കുന്നത്, ബ്രിട്ടനിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ടു പാർട്ടി സിസ്റ്റം ആണ് ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത്. ആ പാർട്ടീസ് എല്ലാം എന്താണ്? ഹൈലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറുള്ള പാർട്ടീസാണ് എവിടെയുള്ളത്? ബ്രിട്ടനിലുള്ളത്. ഒരു ക്ലാസ് ഡോമിനേറ്റഡ് പാർട്ടി സിസ്റ്റം ഒക്കെ ഇവിടെ കാണാം, ബ്രിട്ടനിൽ കാണാനായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ ഒറിജിനാണ്
The origin of party system in Britain can be traced back to the days of Glorious Revolution. അപ്പോൾ ഗ്ലോറിയസ് റവല്യൂഷൻ്റെ കാലഘട്ടത്തിലാണ്, രക്തരഹിത വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ് ബ്രിട്ടനിൽ എന്തുണ്ടാവുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നത്. Then people who supported the king came to be known as Cavaliers and the opponents of the king were the Roundheads. ഇപ്പോൾ ബ്രിട്ടനിലെ പിന്നെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, അവയുടെ ഉൽപ്പത്തിയുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ അന്ന് രാജാവിനെ പിന്തുണച്ചിരുന്ന ആളുകൾ കവലിയേഴ്സ് എന്ന പേരിലും രാജാവിനെ എതിർത്തിരുന്ന ആളുകൾ റൗണ്ട് ഹെഡ്സ് എന്ന പേരിലുമാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെട്ടിരുന്നത്. The sign of party system appeared during the reign of Queen Elizabeth. ഈ ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ ഒരു ചിത്രം ബ്രിട്ടനിൽ ആരംഭിക്കുന്നത് എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിലാണ്. Then during the period of Charles II, two-party system developed in the form of Whigs and Tories. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് കവലിയേഴ്സും റൗണ്ട് ഹെഡ്സും. എന്നാൽ ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടമായപ്പോൾ ഒരു ടു പാർട്ടി സിസ്റ്റം ബ്രിട്ടനിൽ എന്ത് ചെയ്യുന്നു, ഒറിജിനേറ്റ് ചെയ്യുന്നു. അവയുടെ പേര് വിഗ്സും ആൻഡ് ടോറിസ്. വിഗ്സ് എന്നും ടോറിസ് എന്നും പറഞ്ഞ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടനിലെ പാർട്ടി സിസ്റ്റം ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. Then the Whigs supported the king. നേരത്തെ നമ്മൾ പറഞ്ഞ് കവലിയേഴ്സ് കിങ്ങിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പറയുന്ന പോലെ ഈ ഇവിടെ പിന്നെ ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ പിന്നെ കിങ്ങിനെ സപ്പോർട്ട് ചെയ്തിരുന്ന പാർട്ടി ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം, വിഗ്സ് എന്ന് പറയാം. ആൻഡ് ദ ടോറിസ് ഓപ്പോസിറ്റ് ദ അബ്സല്യൂട്ട് മൊണാർക്കി, രാജാവിനെ എതിർത്തിരുന്ന ആളുകളെ എന്ത് വിളിക്കുന്നു, ടോറിസ് എന്നും. അങ്ങനെ വിഗ്സ് എന്നും ടോറിസ് എന്നുമുള്ള രണ്ട് പാർട്ടികളുണ്ടായി. ദ കൺസർവേറ്റീവ് പാർട്ടി ഈസ് ദ സക്സസർ ഓഫ് വിഗ്സ്. ഈ വിഗ്സിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന കൺസർവേറ്റീവ് പാർട്ടി കാണുന്നത്, വിച്ച് ഈസ് ദ പാർട്ടി ഓഫ് ദി വെൽത്തി അരിസ്റ്റോക്രാറ്റിക് അപ്പർ ക്ലാസ്. അവിടുത്തെ ബ്രിട്ടനിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള കുലീന ഉപരിവർഗത്തിൻ്റെ പാർട്ടിയാണ് ഏതാ, കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. ദ ലേബർ പാർട്ടി ടുക്ക് ഇറ്റ്സ് ഷേപ്സ് ഇൻ 1899. 1899 എന്താ ലേബർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ ഉണ്ടാകുന്നത്. In the 20th century, the Labour Party became very powerful and thrown the Liberals into darkness. അപ്പോൾ 20ാം നൂറ്റാണ്ടോടുകൂടി എന്ത് ചെയ്യുന്നു, ബ്രിട്ടനിൽ ലേബർ പാർട്ടി എന്താ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറപ്പെടുകയും അവിടുത്തെ ലിബറൽസിനെ എന്ത് ചെയ്തു, അന്ധകാരത്തിലേക്ക് എന്ത് ചെയ്തു, തള്ളിയിടുന്നതിന്, അല്ലെങ്കിൽ ആ ലിബറൽസ് എന്ന് പറയുന്ന വിഭാഗം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് ആയി തീർക്കാൻ ആർക്ക് സാധിച്ചു, ഈ ലേബർ പാർട്ടിക്ക് സാധിക്കുകയുണ്ടായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, the organizational structure of the parties in Britain is highly centralized and hierarchical. ബ്രിട്ടനിലെ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്, വളരെ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു പിരമിഡിക്കൽ സ്ട്രക്ചറാണുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് പാർട്ടി നേച്ചറാണ് ആർക്കുള്ളത്, ബ്രിട്ടനിൽ ഉള്ളത്. ദ നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ദ പാർട്ടി മീറ്റ്സ് ആനുവലി. പാർട്ടിയുടെ ദേശീയ സമ്മേളനം വർഷത്തിൽ എന്ത് ചെയ്യുന്നു, 2 തവണ കൂടുന്നു. ആൻഡ് ഇലക്ട് ദ പാർട്ടി ഒഫീഷ്യൽസ് ഹു പ്രിപ്പയർ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. പോളിസീസും പ്രോഗ്രാംസും പ്രിപ്പയർ ചെയ്യുന്നു ആരാണ്, പാർട്ടി ഒഫീഷ്യൽസ്. ഇനി ദ കൺസർവേറ്റീവ് പാർട്ടി ഒപ്പോസസ് സോഷ്യലിസം ആൻഡ് വാണ്ട്സ് ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് കോ. അവരെന്ത് ചെയ്യുന്നു, കൺസർവേറ്റീവ് പാർട്ടി അവിടെ സോഷ്യലിസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അവരുടേതായ ഒരു സ്റ്റാറ്റസ് കോ, ഒരു പദവി അവരെന്ത് ചെയ്യുന്നു, നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇറ്റ് സപ്പോർട്ട്സ് UN. ഇവിടെ കൺസർവേറ്റീവ് പാർട്ടി UN-നെ പിന്തുണയ്ക്കുന്നു. ആൻഡ് കോമൺവെൽത്തിനെ അവരെന്ത് ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നു. ആൻഡ് ഇമ്പീരിയലിസം ഈസ് ദെയർ ഫോറിൻ പോളിസി. അവരുടെ വിദേശ നയം എന്ന് പറയുന്നത് എന്താണ്, ഇമ്പീരിയലിസമാണ്, സ്വേച്ഛാധിപത്യമാണ്. ദ ലേബർ പാർട്ടി ബിലീവ്സ് ഇൻ നാഷണലൈസേഷൻ ആൻഡ് എവല്യൂഷണറി സോഷ്യലിസം. ഇപ്പോൾ ലേബർ പാർട്ടി എന്ത് വിശ്വസിക്കുന്നു, നാഷണലൈസേഷൻ, ദേശീയവൽക്കരണത്തിലും അതുപോലെ തന്നെ എവല്യൂഷണറി സോഷ്യലിസം, എന്താ പരിണാമകരമായ സോഷ്യലിസത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുക. അതായത് എവല്യൂഷനിൽ കൂടിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഗ്രാജുവൽ ചേഞ്ച്, അതാണ് ആരുടെ ഉദ്ദേശം, ലേബർ പാർട്ടി ഉദ്ദേശം. എന്നാൽ റെവല്യൂഷണറി സോഷ്യലിസം ഉണ്ട്, അതെന്താ സഡൻ ചേഞ്ചാണ്. സോഷ്യലിസം നമുക്ക് രണ്ടെന്ന് പറയാം, ഒന്ന് എവല്യൂഷണറിയും ഒന്ന് റെവല്യൂഷണറി. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് അല്ലെങ്കിൽ കാലക്രമേണ എന്ത് ചെയ്യുന്നു,
സാമൂഹ്യപരമായ മാറ്റം കൊണ്ടുവരുന്ന ഐഡിയോളജിയാണ് എവല്യൂഷണറി സോഷ്യലിസം എന്ന് പറയുന്നത്. ദെൻ റവല്യൂഷണറി സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻ ചേഞ്ചസ് ഇൻ ദ എക്സിസ്റ്റിംഗ് ഓർഡർ, നിലനിൽക്കുന്ന ഓർഡറിൽ ഉണ്ടാകുന്ന പെട്ടെന്നൊരു മാറ്റം. അപ്പോൾ ഇവിടെ ലേബർ പാർട്ടി എന്ത് ചെയ്യുന്നത്? എവല്യൂഷണറി സോഷ്യലിസത്തെയാണ് എന്ത് ചെയ്യുന്നത്? പിന്തുണയ്ക്കുന്നത്. ദെൻ ഇറ്റ് ഫോളോസ് ലിബറൽ ആറ്റിറ്റ്യൂഡ് ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്, അന്തർദേശീയ ബന്ധങ്ങളിൽ ഉദാരവാദപരമായ കാഴ്ചപ്പാടാണ് ആര് വളർത്തുന്നത്? ലേബർ പാർട്ടി വെച്ച് പുലർത്തുന്നത്. The Liberal Party advocates maintenance of private enterprise. മറ്റൊരു പാർട്ടിയാണ് ഏതാ? ലിബറൽ പാർട്ടി എന്ന് പറയുന്നത്. അവരെന്താ? പ്രൈവറ്റ് എൻ്റർപ്രൈസസിലെ സ്വകാര്യ സംരംഭങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, പൂർണ്ണമായ തൊഴിൽ. ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യപരമായിട്ടുള്ള സുരക്ഷിതത്വം. വൺ ഓഫ് ദ സ്മാളസ്റ്റ് പാർട്ടി ഇൻ ബ്രിട്ടൻ. അവിടുത്തെ എന്താ ഏറ്റവും ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഏതാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദേ ആർ ബിലീവ് ഇൻ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ക്ലാസിക്കൽ സ്റ്റേറ്റ് സൊസൈറ്റി. രാഷ്ട്രീയത വർഗീയ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. ഒരു സെൻസും കൂടെ പറയാനുള്ളത്. ബാക്കി നമ്മളിപ്പോൾ ലേബർ പാർട്ടി അഡ്വക്കേറ്റ്സ് മെയിൻ്റെനൻസ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ്, സ്വകാര്യ സംരംഭങ്ങൾ, ഫുൾ എംപ്ലോയ്മെൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റീസ്. ദെൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ദേ ആർ ബിലീവിങ് ഓർ ദേ ആർ അഡ്വക്കേറ്റിംഗ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ക്ലാസിക്കൽ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി.